വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 25th April ആട്ടോ. ഇത് ഞാൻ എന്തിനാ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും 1 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ശരിക്കും ഹാഫ് എ ഡെക്കേഡിലെ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഇത്ര പെട്ടെന്ന് സമയം കഴിഞ്ഞു പോയതെന്ന്. സോ നമ്മൾ വലിയ പരിപാടികളൊന്നും ഒരു ആനിവേഴ്സറിക്കും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം പരിപാടികളൊന്നുമില്ല. നമ്മൾ പിന്നെ ബോറടിച്ചപ്പോൾ വിചാരിച്ചു രാത്രിയല്ലേ ഒന്ന് പുറത്ത് പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ എൻ്റെ കൂടെ 2 പേര് കൂടി ഉണ്ട്. സോ നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇവൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കുറച്ചധികം ലേറ്റായി. ഇനിയിപ്പോൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറ്റിയാൽ കാണാം. തന്നൂന് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനിങ്ങനെ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ നോക്കി പോലും ചിരിക്കില്ല. ആരുടെ സ്വഭാവം എന്നറിയില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. പക്ഷെ പരിപാടി ചെറുതായിട്ട് നല്ല രീതിയിൽ ഫ്ലോപ്പായി. കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ല നമ്മൾ എത്തിപ്പെട്ടത്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് നമ്മൾ നല്ല ആംബിയൻസ് ഒക്കെ നോക്കിയിട്ട് ഇവിടെ എടുത്തതാണ്. പക്ഷേ അത് നമുക്ക് പറ്റിയ യാതൊരു നല്ല ഫുഡും ഉണ്ടായിരുന്നില്ല. വേറെ നാഷണാലിറ്റീസൊക്കെ കഴിക്കുന്ന പോലത്തെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് പറ്റിയ ഫുഡല്ല. അപ്പോൾ പക്ഷേ ആംബിയൻസ് വൈസ് അടിപൊളിയാണ്. അങ്ങനെ കോർണിഷിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അത് കണ്ടിട്ടാണ് ഞാനാണ് സെലക്ട് ചെയ്തത്. അതിൻ്റെയാണ് ഈ മുഖത്ത് കാണുന്നത്. ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ചുറ്റി നടന്നിട്ട് വേറെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ തിരിച്ചു പോകുമായിരിക്കും. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അങ്ങനെ ഫുഡ് തേടി അന്വേഷിച്ച് ഞങ്ങൾ അവസാനം പിസ്സ തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. കാരണം ഇനി ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള അത്ര ഒരു ത്രാണി എനിക്കില്ല. സോയാ അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഇനിയിപ്പോൾ പിസ്സ വന്ന് പിസ്സ കഴിച്ചിട്ട് ഇറങ്ങും നമ്മൾ. ശരിക്കും ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. എനിക്കിനി ഇതിൽ കൂടുതൽ താങ്ങാൻ പറ്റില്ല. നമ്മൾ ആറ്റുനോറ്റാണ് ഒരു ആനിവേഴ്സറിക്ക് പുറത്ത് വന്ന് ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോഴേക്കും ഇതായല്ലോ അവസ്ഥ. ഞാൻ പറയുന്നു നമ്മൾ ആക്ച്വലി കുറച്ചൊരു ബോറിങ് കപ്പിൾസാണ് തോന്നുന്നുണ്ട്. അല്ലേ? എനിക്കത് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അത്ര ഒരു വൈബില്ലായ്മ അല്ലേ? കണ്ടോ കഴിക്കലൊക്കെ ഇതാ ഇങ്ങനെയാണ്. ഭയങ്കര ചൂട്. ഇല്ല, കുഴപ്പമില്ല. എൻ്റെ ഫേവറേറ്റ് പിസ്സ. ഫുഡ് കഴിക്കുന്ന ടൈമിലുള്ള അവൻ്റെ ബഹളം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയി. പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതിയെന്നായി. അങ്ങനെ ആനിവേഴ്സറി സെലിബ്രേഷൻ നല്ല രീതിയിൽ ഫ്ലോപ്പായി. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ബൈ.